UDFിനെ വെട്ടിലാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ അനുസ്മരണ സദസ്സ്. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ മതരാഷ്ട്രവാദത്തിലെ ചർച്ചാ സംഗമം ഇന്ന് മലപ്പുറത്ത് നടക്കും. ബ്രദർഹുഡ് നേതാക്കളുടെയും അബ്ദുൾ മൗദൂദിയുടെയും രാഷ്ട്രീയ ആശയങ്ങൾ താഴെത്തട്ടിലെത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മതരാഷ്ട്രവാദം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്നില്ലെന്നും സംഘടനയുടെ സമീപനം ഒരുപാട് മാറിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതന്ന് വലിയ രാഷ്ട്രീയ ചർച്ചയുമായതാണ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മൗദൂദിയുടെ മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്നില്ലെന്നായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശൻ്റെ അന്നത്തെ പരാമർശം. ഈ നിലപാടെടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ ഇത്തരം കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നത്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയുമായി UDFിൻ്റെ ബന്ധം ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് തന്നെ ഈ വിഷയം മാറുന്നു എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. CV അനുമോദ് ചേരുന്നു. അനുമോദ്, UDFിനെ വെട്ടിലാക്കും, കോൺഗ്രസിനെ വെട്ടിലാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരണം ചേർന്നപ്പോൾ വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നതാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം അത് വലിയ രാഷ്ട്രീയ വിഷയമാക്കിയതാണ്. ഇപ്പോൾ അവർക്ക് മതരാഷ്ട്രവാദമില്ല, അവർ ജനാധിപത്യ രീതിയിലാണ് ഇന്ത്യൻ സംവിധാനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടിയൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്നതായിരുന്നു വാദം. പക്ഷേ അതല്ല വാദം, അവർ കൂടുതൽ തീവ്ര ആശയങ്ങളിലേക്ക് പോകുന്നു എന്നതുകൂടിയല്ലേ. ഇത് UDF ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? UDF നേതാക്കളുടെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. സജിത്ത്, ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് മലപ്പുറത്ത് സയ്യിദ് മൗദൂദിയും ഷെയ്ഖ് ഖദറാവിയും ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയത്തിൽ അവരുടെ സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് UDFിൻ്റെ നേതാക്കളൊന്നും തന്നെ പങ്കെടുക്കുന്നില്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ സോളിഡാരിറ്റി നേതാക്കളാണ് ഇത് പങ്കെടുക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മതരാഷ്ട്രവാദം എന്ന അവരുടെ നിലവിലുണ്ടായിരുന്ന ആ പഴയ ആശയം അവർ ഉപേക്ഷിച്ചു എന്ന VD സതീശൻ്റെ വാദം അത് പൊളിയുന്ന തരത്തിലേക്ക്, അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തെത്തി നിൽക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയൊക്കെ UDFിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മുൻപും അവർ നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ കുറെ കൂടി UDFിലേക്ക് അടുത്ത സാഹചര്യത്തിൽ അവരുടെ മുൻ നിലപാടുകളിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് UDF തന്നെ അവകാശപ്പെടുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി അവരുടെ മൗദൂദി ആശയങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ കൂടുതൽ പ്രചുര പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും UDFിന് ലീഗിനും കോൺഗ്രസിനും ഇത് അവരുടെ ആശയമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നൊക്കെ പറയാൻ പറ്റില്ലോ, അതങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ കഴിയുന്നൊന്നല്ല. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് VD സതീശൻ UDFിൻ്റെ ഒപ്പം കൂട്ടിയ ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടുന്നതിന് കാരണം പറഞ്ഞത് അവരുടെ ആശയങ്ങളൊക്കെ മാറി എന്നുള്ളതാണ്. ആശയങ്ങൾ മാറിയിട്ടില്ല, ആശയങ്ങളൊക്കെ പഴയതുപോലെ തന്നെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്, അത് സജീവമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. മാത്രമല്ല RSSന്റെ 100ാം വാർഷികത്തിന് മറുപടി എന്ന തരത്തിലേക്കാണ് ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നൊരു വശം കൂടി ഇതിനൊപ്പം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം ഈ തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഈ ഒരു തരത്തിലുള്ള ആശയ പ്രചാരണത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. UDF നേതാക്കളൊന്നും പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കാരണം അവരുമായിട്ടൊരു ബന്ധവുമില്ല എന്ന തരത്തിലൊക്കെയാണ് നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി. പക്ഷേ ഇത് വലിയ തോതിൽ തന്നെ ഇടതുപക്ഷം പ്രചരണ വിഷയമാക്കുന്നുണ്ട്, വിമർശനത്തിന് വിഷയമാക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ UDFിനെതിരെയും കോൺഗ്രസിനും ലീഗിനും ഒക്കെ എതിരെ വലിയ വിമർശനത്തിന് ഇത് വഴിയൊരുക്കുന്നുണ്ട്. കാരണം മതരാഷ്ട്രവാദം പ്രോത്സാഹിപ്പിക്കുന്നവരെ പിന്തുണയ്ക്കുന്നവരെ ഒപ്പം കൂട്ടി തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നേരിടാൻ ഒരുങ്ങുന്നത് എന്ന തരത്തിലേക്കുള്ള പ്രചാരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരിച്ചടിയാവുക UDFിന് തന്നെയാണ്. എങ്ങനെ വിശദീകരിച്ചാലാണ് ഇതിൽ ഒരു തൃപ്തികരമായ മറുപടി ലഭിക്കുക എന്ന കാര്യത്തിൽ UDFിൻ്റെ നേതാക്കളെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ല. ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ UDFിന്, പ്രത്യേകിച്ച് കോൺഗ്രസിനും ലീഗിനും തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ UDFിനെ വെട്ടിലാക്കുന്ന, കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു നീക്കമാണ് സോളിഡാരിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം നിൽക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ് അവർ ലക്ഷ്യം വെച്ചത്. കാരണം മലബാറിൽ ലീഗ് സമാഹരിക്കുന്ന വോട്ടുകൾക്കപ്പുറം പ്രത്യയശാസ്ത്രപരമായും ലീഗിലെ മുസ്ലിം സമുദായത്തിലെ ഒരു പ്രബല സംഘടനയെ ഒപ്പം നിർത്തുന്നതിലോടുകൂടി അത് വലിയ നീക്കമായി തന്നെ അവർ കരുതിയിരുന്നു, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ ഈ മതരാഷ്ട്രവാദം എന്ന ചിന്തയിലേക്ക് സോളിഡാരിറ്റി അടക്കമുള്ളവർ മടങ്ങിപ്പോകുകയാണോ എന്ന ചിന്ത എങ്ങനെ ന്യായീകരിക്കും UDF എന്നതാണ് ചോദ്യം. കോൺഗ്രസ് നേതാക്കൾ സണ്ണി ജോസഫ് MLA അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്ക്
മടങ്ങി വരുമ്പോൾ എന്തായാലും യു ഡി എഫിനെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നീക്കം കൂടിയാണ് ഉണ്ടാവുന്നത്. സി വി അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇതിൽ ലീഗിൻ്റെ പ്രതികരണം എന്താണ് ഉണ്ടാവുന്നത്? ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം തരത്തിന് ശ്രമിക്കുന്നുണ്ടോ? കാരണം ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഒരു വശത്ത് യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് ഇടതുപക്ഷം CPM പ്രചരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കാണ് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പ്രാബല്യം എന്ന വാർത്ത വരുമ്പോൾ ഇപ്പോഴേ ഭൂരിപക്ഷ വിഭാഗങ്ങളെ യു ഡി എഫിൽ നിന്ന് അകറ്റുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള സോളിഡാരിറ്റി കൂടുതൽ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വാർത്ത കൂടി വരുന്നത്. ഇത് യു ഡി എഫിനെ കുഴയ്ക്കും, തർക്കമില്ല. ഇതിൽ ലീഗ് അടക്കമുള്ള കക്ഷികൾ ഇതിനെ എന്തെങ്കിലും രീതിയിൽ പ്രതികരണം നടത്താൻ തയ്യാറാവുന്നു? നിലവിൽ ലീഗ് വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. നമ്മൾ ലീഗ് നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചെങ്കിലും അവർ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. നിലവിലെ പറയുന്ന ഒരു കാര്യം അത് ഞങ്ങൾക്കറിയുന്ന കാര്യമല്ല എന്നുള്ളത് മാത്രമാണ്, ഞങ്ങളുമായി ബന്ധമില്ലാത്തതാണ് എന്നുള്ളത് മാത്രം. പക്ഷേ ഇത് UDFന്റെ കൂടെ കൂട്ടുന്ന അല്ലെങ്കിൽ UDFന്റെ ഒപ്പം നിർത്തിയ വെൽഫെയർ പാർട്ടിയുടെ ഒരു യുവജന സംഘടനയല്ലേ ഇത്തരത്തിലൊരു നീക്കം നടത്തുമെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങളുമായി ബന്ധമില്ല എന്നൊരു ഒഴുക്കൻ മറുപടി മാത്രമാണ് നൽകുന്നത്. ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം ഈ മൗദൂദി ആശയങ്ങൾ, അതായത് മതരാഷ്ട്രവാദം വേണമെന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവർ ഒരുമിച്ച് ചേരണമെന്നുള്ള ആശയങ്ങൾ ലീഗ് വഴി സമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വെൽഫെയർ പാർട്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതായത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രധാനപ്പെട്ട ഒരു ചർച്ചയെ തന്നെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് സമയത്ത് ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ മതരാഷ്ട്രവാദം എന്ന ആശയം ലീഗിലൂടെ വെൽഫെയർ പാർട്ടി പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് സ്വീകാര്യം നൽകുകയും ചെയ്യുന്നു. അത്തരം ആളുകളുടെ ഒരു കൂടാരമായിട്ട് UDF മാറുന്നു. UDF അത്തരത്തിലൊരു വർഗീയ ശക്തികളുടെ ഒരുമിച്ച് ചേരുന്ന ഇടമായിട്ട് മാറുന്നു എന്ന ആക്ഷേപമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ വിമർശനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന തരത്തിലേക്ക് ഈ ഒരു സാഹചര്യങ്ങൾ തീർക്കുന്നു എന്നുള്ളതാണ്. കാരണം വെൽഫെയർ പാർട്ടി നേരിട്ടല്ലെങ്കിൽ പോലും വെൽഫെയർ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ യുവജന വിഭാഗമാണ് ഇത്തരത്തിൽ അവരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു വേദി ഒരുക്കുന്നത്. ഒരു പക്ഷേ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള വേദികൾ സംഘടിപ്പിക്കും. നിലവിലെ ഇൻഡോർ പ്രോഗ്രാമാണ്, പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും മാത്രമേ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിശദീകരണമൊക്കെ സോളിഡാരിറ്റി നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കെ ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരു വിഭാഗത്ത് സജീവമാകുന്നത് അതിൻ്റെ മറുവശത്ത് ഭൂരിപക്ഷ വർഗീയത എന്ന വലിയ ഒരു വിമർശനം ഉയർത്തുന്ന സാഹചര്യം കൂടി ഉയരുന്നുണ്ട് എന്നതും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിലവിൽ ഇതിൽ ലീഗ് പ്രതികരിച്ചില്ലെങ്കിൽ ലീഗ് മറുപടി പറയേണ്ട സാഹചര്യം വരുമെന്ന് ഉറപ്പാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഒപ്പം ചേർക്കുന്നതിന് ഏറ്റവും അധികം പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് ലീഗിനാണ് എന്നതുകൊണ്ട് ലീഗ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് മറുപടി പറയേണ്ട സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. നിലവിൽ ഇടതുപക്ഷം അതിന് വലിയ വിമർശനം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മൗദൂദി ആശയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ലീഗ് കൂടി കൂട്ടുനിൽക്കുന്നു എന്ന വലിയ വിമർശനമാണ് ഇടതുപക്ഷം അതിന് എതിരെ ഉന്നയിക്കുന്നത്. മൗദൂദി ആശയങ്ങൾക്ക് പിന്നാലെയാണോ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഘടകകക്ഷി ആണ്? ഔദ്യോഗിക ഘടകകക്ഷിയല്ല, പുറത്തു സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു കക്ഷി എന്നതാണ് ചോദ്യം. UDFനെ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയമാണ്. പ്രതികരണം വരേണ്ടതുണ്ട് നേതാക്കളിൽ നിന്ന്.